everyone. IUയുടെ റിവിഷൻ സീരീസിലെ ഓൾ ഫോർമുല ഇൻ വൺ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മാത്സിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ ഇക്വേഷൻസും നമുക്ക് പല സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരാതെ ഒരു സോഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്യൂറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസ് അല്ല ഇക്വേഷൻസ് എല്ലാം നമ്മൾ തന്നെ ഒരു വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ബാക്കി നമുക്ക് ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി ആർ കംപ്ലീറ്റിംഗ് ദ റെസ്റ്റ് ഇക്വേഷൻസ് ഇൻ ദിസ് വീഡിയോ. അപ്പം കുറച്ച് ഇക്വേഷൻസും കൂടെ ഉണ്ടാകും, നമുക്ക് നോക്കാം. സോ ഇനി നോക്കേണ്ടത് അഡ്വാൻസ്ഡ് പ്രോബബിലിറ്റി ആണ്. അഡ്വാൻസ്ഡ് പ്രോബബിലിറ്റിക്കകത്ത് PMF, PDF, CDFിൻ്റെ ഇക്വേഷൻസ് ആണ്. സോ നമുക്കറിയാം റാൻഡം വേരിയബിൾസിലാണ് ഈ ഒരു പ്രോബബിലിറ്റി, KC, PMFും ഡെൻസിറ്റി ഫംഗ്ഷൻ, മാസ് ഫംഗ്ഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ റാൻഡം വേരിയബിൾസിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രീറ്റും റാൻഡം വേരിയബിൾ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്പായിട്ടാണ് റാൻഡം വേരിയബിൾസിൽ തിരിച്ചിട്ടുള്ളത്. നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ റാൻഡം വേരിയബിളിൻ്റെ പേരിന് ഇങ്ങോട്ട്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ X എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളാണ്, Y എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം വേരിയബിളാണ്. ഓക്കെ, ആൻഡ് ഇത് ഇപ്പോൾ X is equal to 2, X is equal to 4, ഇങ്ങനെ 2, 4 എന്നൊക്കെ പറയുമ്പോൾ ഇതിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസിനെ ഇതിനെ നമ്മൾ സ്മോൾ എക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ആ വേരിയബിളിൻ്റെ പേരിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ക്യാൻ ടേക്ക് സ്മോൾ ലെറ്റർ എക്സിൻ്റെ വാല്യൂസ്. ഈ 2, 4 എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മോൾ ലെറ്റർ എക്സ് ആയിട്ട് പറയും. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈ സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറയുന്നത് 2 ആകാം, 4 ആകാം, അതിങ്ങനെ വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് റാൻഡം വേരിയബിളിൻ്റെ കേസ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് നമ്മൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഇതിൻ്റെ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് PMF എന്ന് പറഞ്ഞിട്ടാണ്. PMF എന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ്. അതിന് പൊതുവെ നമ്മൾ P of X എന്നാണ് ഡിനോട്ട് ചെയ്തത്. P of X എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് X എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ക്യാൻ ടേക്ക് വാല്യൂസ് X. ഓക്കെ, അതിനെയാണ് നമ്മൾ PMF എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വേർ P of X അതായത് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ടോട്ടൽ പ്രോബബിലിറ്റി. സമ്മേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ PDF. ഓക്കെ, PMF, PDF. PMF ഡിസ്ക്രീറ്റിലാണെങ്കിൽ PDF ഏതിനാണ്? കണ്ടിന്യൂസിലാണ്. അതിനെ നമ്മൾ F of X എന്നാണ് വിളിക്കുന്നത് കേട്ടോ, F of X. അവിടെ P of പ്രോബബിലിറ്റി ദാറ്റ് X എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെൽ, I എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിലായിരിക്കും. അപ്പോൾ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ A to B എന്ന് പറഞ്ഞിട്ടൊരു റേഞ്ചിനകത്ത്, ആ ഒരു ഇൻ്റർവെല്ലിനകത്തായിരിക്കും വരുന്ന ഐറ്റം എന്ന് പറഞ്ഞത് എക്സിൻ്റെ വാല്യൂസ്. നേരത്തെ നമ്മൾ പറഞ്ഞു X എന്ന് പറയുന്നത് 2 എന്നൊരു വാല്യൂ, അല്ലെങ്കിൽ X is equal to 4 എന്നൊരു വാല്യൂ, ഒരു പെർട്ടിക്കുലർ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ X എന്ന് പറയുന്നത് 2നും 3നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ ഒരു റേഞ്ച്, നമ്മളൊരു ഇൻ്റർവെല്ലെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ, അതിൻ്റെ പ്രോബബിലിറ്റി, അതായത് X എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഈ റേഞ്ചിനകത്തുനിന്ന് ഒരു വാല്യൂ എടുക്കുന്നതിനുള്ള പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ PDF എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ F of X greater than or equal to 0, probability can be greater than or equal to 0. പിന്നെ ടോട്ടൽ, ഇതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കില്ല. അപ്പം -∞ to ∞ ആണ് നമ്മൾ റേഞ്ച് പറയുന്നത്. ഇൻ്റർവെൽ എന്താണ് നമ്മൾ അത് കൊടുത്തത്. ഇപ്പം -∞ to ∞ ടോട്ടൽ പ്രോബബിലിറ്റി എന്താണ്? F of X dx ഈക്വൽ ടു 1. അപ്പോൾ ഈ പ്രോപ്പർട്ടി ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ PDF തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ ഈ ചില ക്വസ്റ്റ്യൻസിൽ PDFിൽ ഇപ്പം F of X അല്ല, അപ്പോൾ എക്സിൻ്റെ ടേംസിൽ x³ + 4x² എന്നൊക്കെ തന്നിട്ടുണ്ടാകും. ചിലപ്പോൾ അതിലൊരു കോൺസ്റ്റൻറ്റും കൂടി തരും. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ പൊതുവെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഈക്വേഷനാണ് കേട്ടോ. ഈ ഈക്വേഷൻ ഉപയോഗിച്ച് F of Xനെ -∞ to ∞ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, ഈ 1നെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് കോൺസ്റ്റൻറ്റ്. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതും ഈ രണ്ട് പ്രോപ്പർട്ടീസും നമുക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമ്മൾ സമ്മേഷൻ എടുത്തു അല്ലേ, ഇവിടെ സമ്മേഷൻ എടുത്തു, ഇവിടെ നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് CDF, ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ക്യാപിറ്റൽ F of X എന്നാണ് എഴുതുന്നത്. ക്യാപിറ്റൽ F of X, ഈ ക്യാപിറ്റൽ F of X എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് X എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു X. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. X എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൽ പല വാല്യൂസ് എടുക്കാം. ആ വാല്യൂസിനെ എല്ലാം കൂടെ നമ്മൾ ഒറ്റ ലെറ്ററിൽ പറഞ്ഞാണ് സ്മോൾ ലെറ്റർ X. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറയുവാണ് ഈ എക്സോ അതിന് താഴെയുള്ള വാല്യൂസ് എടുക്കാനുള്ള പ്രോബബിലിറ്റി, X ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സിനുള്ള പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ അഥവാ F of X, ക്യാപിറ്റൽ F of X എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇത് ഓർത്ത് വെച്ചിരിക്കാം.
ഇതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസ് വരുമ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ പി ഡി എഫ് കണ്ടുപിടിക്കാം. നമുക്ക് സി ഡി എഫിൽ നിന്നും പി ഡി എഫ് കണ്ടുപിടിക്കാം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ഒരിക്കൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പി ഡി എഫ് കിട്ടും. ഓക്കെ, ഓൾസോ അവിടുത്തെ കണ്ടീഷൻ ഓർത്ത് വെച്ചിരിക്കുക, വെയർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓൾസോ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യില്ല, എഫ് ഓഫ് എക്സ് ഡിക്സ് ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പി എം എഫും പി ഡി എഫിനെ പറ്റിയും ബേസിക് ആയിട്ട് അറിയേണ്ടത്. നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ബട്ട് ഇക്വേഷൻസ് എന്ന രീതിക്ക് ഇത്രയും കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളത്. നെക്സ്റ്റ് നോക്കേണ്ടത് എക്സ്പെക്ടേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് ആണ്. ഇതെല്ലാം ഫോർ റാൻഡം വേരിയബിൾസ്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു കോളം പോലെ വയ്ക്കാം. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഫസ്റ്റ് എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ എന്നൊന്നും പറയാറുണ്ട് കേട്ടോ. എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ മീൻ, ആവറേജിനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് പറയേണ്ടത് വേരിയൻസിൻ്റെ ഒപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പറയണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് എറർ എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഡിസ്ക്രീറ്റിൻ്റെ കേസ് വരുമ്പോൾ മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താ സിംപ്ലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സമ്മേഷൻ എടുക്കാം. എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ സമ്മേഷൻ എടുക്കുന്നതിനെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സമ്മേഷൻ എടുത്തെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യാത്തത്. മ്യൂ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അകത്തെ എല്ലാം സെയിം ആണ്. എക്സ് ഇവിടെ പി ഓഫ് എക്സ് വരും. ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ പി ഓഫ് എക്സ് അല്ലേ. ഇവിടെ വരുമ്പോൾ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വേരിയൻസിൻ്റെ കേസ് പറയുന്നത് സിഗ്മ സ്ക്വയർ അല്ലേ. നമ്മൾ സിഗ്മ സ്ക്വയർ എന്നാണ് വേരിയൻസിനെ പറയുന്നത്. ഇല്ലെങ്കിൽ വി ഓഫ് എക്സ് എന്നും ചിലയിടത്തൊക്കെ എഴുതാറുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതിയില്ലേ എക്സ് പി ഓഫ് എക്സ്, ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരും. എക്സ് ഡീവിയേഷൻ എടുക്കുക, എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇതാണ് നമ്മൾ വേരിയൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പുറത്ത് എഴുതാലോ, ഈക്വൽ ടു വി ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും അല്ലേ. മേളിലത്തെ വേരിയൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. വി വിൽ ഗെറ്റ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പെക്ടേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി ഇവരെല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് പല ക്വസ്റ്റ്യൻസിനും അപ്ലൈ ചെയ്യാനായിട്ട് വരാറുണ്ട്. അതെന്താണെന്ന് നോക്കാം. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. നമ്മളിപ്പോൾ ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു രീതിയിലും എഴുതുന്നുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മീൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ എന്ന് വിളിക്കാറുണ്ട് ഇതിനെ. സോ ഇങ്ങനെ 2-3 പേരിട്ട് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. സോ ഇതാണ് ബേസിക്കലി വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൽ 2 ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റിൽ വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ബൈനോമിയലും പോയിസോണും. ഓക്കെ, ബൈനോമിയലിൽ വരുമ്പം അതിൻ്റെ പി എം എഫ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇതിൻ്റെത് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എൻ പി ആണ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എൻ പി ക്യൂ എന്നും വന്നിട്ടുണ്ട്. അപ്പം ഈ 3 ഇക്വേഷൻസും പഠിക്കുക, ഈ ഫംഗ്ഷൻ പഠിക്കുക, എൻ പി ക്യൂ ഇത് ഇത്രയും ഓർത്ത് വയ്ക്കാം. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിസോൺ ആണ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പി എം എഫ് ചോദിച്ചു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0, 1, 2 എന്നാണ് പോകുന്നത്. ലാംഡ പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്.
ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീനും വേരിയൻസും എക്സ്പെക്ടേഷൻ ഓഫ് എക്സും ഇതും വേരിയൻസും സെയിം ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ. ഓക്കെ, ഇനി ഇത് രണ്ടാണ് മെയിനായിട്ട് നമുക്ക് ഡിസ്ക്രീറ്റിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് പോയിട്ട് നമുക്ക് ഇനിയുള്ളത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിൽ മൂന്നെണ്ണം ഉണ്ട്, നോർമലും യൂണിഫോമും പിന്നെ അതുപോലെ തന്നെ എക്സ്പോണൻഷ്യലും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുമ്പോഴത്തേക്കും PDF ആണ്, കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്കും PDF-ഉം, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ PMF ആണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ f(x) ആണ്. f(x) എന്ന് പറയുന്നത് എന്താണ്? 1/σ√2π into e raised to x minus mu the whole square divided by 2 sigma square. ഓക്കെ, ഇവിടെ മീൻ എന്ന് പറയുന്നത് മ്യൂ, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് മ്യൂ, വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ മ്യൂ 0യും ആകുവാണ് സിഗ്മ 1ഉം ആകുവാണെങ്കിൽ നമുക്ക് f(x) എങ്ങനെ മാറും? f(x) ഈക്വൽ ടു e റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഡിവൈഡഡ് ബൈ √2π, ഇങ്ങനെയായിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുക എന്ന് നമ്മൾ പറയും കേട്ടോ, സ്റ്റാൻഡർഡൈസേഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണ്. യൂണിഫോം അല്ലെങ്കിൽ റെക്ടാങ്കുലർ എന്നും പറയാറുണ്ട് കേട്ടോ, യൂണിഫോം അല്ലെങ്കിൽ റെക്ടാങ്കുലർ. അതിൻ്റെ f(x) എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ b മൈനസ് എ. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ b മൈനസ് എ. ഇതിൻ്റെ മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് a പ്ലസ് b ബൈ 2 ആവറേജ് ആണ്. അതേസമയം വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു b മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ഇങ്ങനെയാണ് യൂണിഫോം ബേസിൽ. ഇനി ലാസ്റ്റ് ഇതിൽ വരുന്നത് എക്സ്പോണൻഷ്യൽ. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്ന് പറയുന്നത് f(x) ഈക്വൽ ടു ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് എന്നാണ്. ഇതിൻ്റെ മീൻ വരുന്നത് 1/λ, വേരിയൻസ് വന്നിട്ട് 1/λ² ആണ്. ഓക്കെ, ഇത്രയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമുക്ക് ആകെയുള്ളത് ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് രണ്ട് റാൻഡം വേരിയബിൾ വരുമ്പോഴുള്ളതാണ്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് സെൻട്രൽ ലിമിറ്റ് തിയറം ഉണ്ട്. സെൻട്രൽ ലിമിറ്റ് തിയറത്തിൽ നമ്മൾ സമ്മും ഉപയോഗിക്കും. സമ്മും SN എന്ന് പറയുന്ന സം എന്ന ടേം യൂസ് ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? Z എന്ന് പറയുന്ന വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. അതേസമയം മീൻ വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതും, ZN ഈസ് ഈക്വൽ ടു SN മൈനസ് എൻ മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ റൂട്ട് ഓഫ് എൻ. ഇവിടെ എല്ലാ എന്നും സിഗ്മയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, പാരാമീറ്റേഴ്സ് എൻ മ്യൂ ആൻഡ് എൻ സിഗ്മ സ്ക്വയർ. ഇനി ഇത് സമ്മിൻ്റെ കേസിൽ. ഇനി ആവറേജിൻ്റെ കേസിലാണെങ്കിൽ ZN എങ്ങനെ എഴുതും? ZN ഇസിക്കൽ SN കിടക്കുന്നത് X ബാർ എഴുതും, X ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ഡിവൈഡഡ് ബൈ √n. അപ്പോൾ √n ഇവിടെ മേളിൽ സമ്മ് വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്നിനെ മൾട്ടിപ്ലൈ ചെയ്ത്, ഇവിടെ n മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ √n മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത സമ്മിന് പകരം നമ്മൾ ആവറേജ് എടുക്കുകയാണ്, അതായത് X ബാർ എടുക്കുമ്പോൾ മ്യൂവിൻ്റെ കൂടെ ഒന്നുമില്ല, പകരം സിഗ്മയുടെ ഡിവൈഡഡ് ബൈ √n ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ Z എന്ന് പറഞ്ഞാൽ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇൻ പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ ബൈ എൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ നോക്കാം. ഇനി നമുക്ക് നോക്കാം ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് എന്നും പറയും. അതിൽ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് ഉണ്ട്. ഡിസ്ക്രീറ്റ് ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ്റ് ആയിട്ടുള്ള PMF നോക്കണം, പിന്നെ വരുന്നത് ജോയിൻറ്റ് CDF, പിന്നെ വരുന്ന മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊന്നുണ്ട്, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ എക്സ്പെക്ടേഷൻ. പിന്നെ എക്സ്പെക്ടേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് വേരിയൻസും കണ്ടുപിടിക്കാം, പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ജോയിൻറ്റ് PMF. ജോയിൻറ്റ് PMF എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നതാണ്. അത് നമ്മളെന്താണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, അതെന്ന് പറയുമ്പോൾ നമ്മുടെ ജോയിൻറ്റ് PMF ഇത് പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എക്സ് എടുക്കാനും അതിൻ്റെ കൂടെ തന്നെ y ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എക്സ് സ്മോൾ എക്സ് ആകുമ്പോൾ y സ്മോൾ y ആകേണ്ട പ്രോബബിലിറ്റിയാണ് ഇവിടെ എടുക്കുന്നത്. ഇതിന് നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, P(x) ഈക്വൽ ടു എക്സ് കോമ വൈ ഈക്വൽ ടു വൈ, ഇങ്ങനെ എഴുതാറുണ്ട്. ഓക്കെ, നേരത്തെ എഴുതിയ പോലെ തന്നെ ഇവിടെ ഒരു കാര്യം ഉണ്ട്, നമ്മുടെ പ്രോബബിലിറ്റി എപ്പോഴും ടോട്ടൽ സമ്മേഷൻ ഈസ് ഈക്വൽ ടു 1 ആണ്. പിന്നെ ഇതിൻ്റെ ഓരോ പ്രോബബിലിറ്റീസും 0ക്കും 1നും ഇടയ്ക്ക് വരും. ഓക്കെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P(xy) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് സിഗ്മ P(xy) എന്ന് പറഞ്ഞ സമ്മേഷൻ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. ഇതുപോലെ ജോയിൻറ്റ് CDF എഴുതാം.
അതെന്ന് പറയുന്നത് എഫ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സി ഡി എഫിന് വരുമ്പോഴത്തേക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പി എം എഫിന് ഈക്വൽ ടു വന്നെങ്കിൽ സി ഡി എഫിന് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. അപ്പോൾ ഇവിടെയും നേരത്തെ പോലെ തന്നെ ഓരോ പ്രോബബിലിറ്റിയുടെയും ഓരോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഓരോ ഡിസ്ട്രിബ്യൂഷനും ഈ 0യ്ക്കും 1നും ഇടയ്ക്കും വരണം. ഓക്കെ, ഇനി വരുന്നത് മൂന്നാമത്തത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എക്സിനും വൈക്കും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നതാണ്. കമ്പൈൻഡ് ആയിട്ടുള്ളത്, ജോയിന്റ് അല്ല, ഇൻഡിവിജ്വൽ ആണ്. മാർജിനൽ പി എം എഫ് ഓഫ് എക്സും മാർജിനൽ പി എം എഫ് ഓഫ് വൈയും. ഓക്കെ, ഇതിനെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്? പി ഓഫ് എക്സ് ആണ്, പി ഓഫ് എക്സ് എന്ന് എഴുതും ഫോർ എക്സ് വൈ. ഓക്കെ, എക്സ് വൈ അല്ല, സോറി, ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഓക്കെ, പി എം എഫ് ഓഫ് എക്സ് ചോദിക്കുമ്പോൾ പി എക്സ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ വൈക്ക് വരുമ്പോൾ പി വൈ വൈ ഈക്വൽ ടു വൈ, ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോബബിലിറ്റീസ് ഉണ്ടല്ലോ, ജോയിന്റ് പ്രോബബിലിറ്റി തന്നില്ല, ഇതിൻ്റെ സമ്മേഷൻ എഴുതുക. ഏതിന്? വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, എക്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. വൈൻ്റെ മാർജിനൽ പി എം എഫ് കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേക്കും വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്രോബബിലിറ്റീസിൻ്റെ സം എടുക്കുക. ഇത് വേറൊന്നുമല്ല, നമുക്ക് ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുക, അതിൽ നിന്ന് എക്സിൻ്റെയും വൈൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതാണ് ഈ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് വന്നിട്ട് എക്സ്പെക്റ്റേഷൻ ആണ്. എക്സ്പെക്റ്റേഷനിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു പി ഓഫ് എക്സ് വൈ. വേറെ ഒന്നുമില്ല, ഫംഗ്ഷനിൻ്റെ പ്രോബബിലിറ്റി പോലെ ചെയ്യുന്നതാണ് കേട്ടോ. എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു പി ഓഫ് എക്സ് വൈ. കണ്ടീഷണൽ പ്രോബബിലിറ്റി കൂടിയാണ് ഇനിയുള്ളത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഗിവൺ വൈ ഈക്വൽ ടു വൈ ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് കോമ വൈ ഈക്വൽ ടു വൈ ഡിവൈഡഡ് ബൈ പി ഓഫ് വൈ ഈക്വൽ ടു. ഇത് നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എഴുതുക മേളിൽ, എന്നിട്ട് ഈ രണ്ടാമത് കിടക്കുന്ന ഇതിൻ്റെ പ്രോബബിലിറ്റി താഴെ എഴുതുക. അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എഴുതുന്ന രീതി. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് നേരത്തെ പഠിച്ച പോലെ തന്നെ ജസ്റ്റ് സമ്മേഷൻ കിടക്കുന്നിടത്തേക്ക് ഇൻ്റഗ്രേഷൻ എടുത്തിട്ട് കൊടുക്കുക. ഇൻ്റഗ്രേഷൻ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇത്രയും ചെയ്യുമ്പോൾ കണ്ടിന്യൂസിൻ്റെ കേസ്. അപ്പോൾ നമുക്ക് ആദ്യം ജോയിൻറ്റ് പി ഡി എഫ് നോക്കാം അല്ലേ. കണ്ടിന്യൂസ് വരുമ്പോൾ പി എം എഫ് അല്ല, പി ഡി എഫ് ആണ്. ഇത് ജോയിൻറ്റ് പി ഡി എഫ് എങ്ങനെ എഴുതും? അതിനെ നമ്മൾ നേരത്തെ എഴുതിയത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു വൈ അങ്ങനെയല്ലേ എഴുതിയത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ലെസ് ദാൻ അതിൻ്റെ ജനറൽ ഫോർമാറ്റ് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമുക്കിതങ്ങനെ ആവശ്യം വരാറില്ല. എക്സ് മൈനസ് ഡി എക്സ് ബൈ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് ഡി എക്സ് ബൈ ടു കോമ വൈ മൈനസ് ഡി വൈ ബൈ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ പ്ലസ് ഡി വൈ ബൈ ടു. ഇതിൽ കണ്ടീഷൻസ് ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ടോട്ടൽ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ആണ് നമ്മൾ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഡി എക്സ് ഡി വൈ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യും. രണ്ട് ഡബിൾ ഇൻ്റഗ്രേഷൻ ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇത് ടോട്ടൽ സമ്മേഷൻ 1 ആയിരിക്കും. ഇതിപ്പോൾ ഡി എക്സ് ഡി വൈ നിങ്ങൾ തിരിച്ചുവിടാം, ഡി വൈ ഡി എക്സ് എന്ന് വരാം. ഓക്കെ, എങ്ങനെ വേണം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം. ഓൾസോ എഫ് ഓഫ് എക്സ് വൈ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഓരോ വാല്യൂസ് ഉണ്ടാവില്ലേ, അത് 0യോ അതിന് മേളിലോ ആയിരിക്കണം. അടുത്ത ജോയിൻ്റ് സി ഡി എഫ് ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് വൈ എക്സ് കോമ വൈ. ഇതെങ്ങനെ എഴുതും? ഇതും ഡബിൾ ഇൻ്റഗ്രേഷൻ ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ജി ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി മാർജിനൽ പി ഡി എഫ്. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വരും. അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ വൈ. അപ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് എന്നാണ് പറയുന്നത്. അതായത് മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ്. ഓക്കെ, മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു
മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമുക്ക് തന്നിട്ടുള്ള ജോയിൻറ്റ് ഫംഗ്ഷൻ ഇല്ലേ എഫ് ഓഫ് എക്സ് വൈ എക്സ് കോമ വൈ അതിനെ ഡി വൈക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അതേസമയം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ കണ്ടുപിടിക്കാൻ എഫ് വൈ ഓഫ് വൈ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ജോയിൻറ്റ് ഫംഗ്ഷൻ ഇല്ലേ എഫ് ഓഫ് എക്സ് വൈ എക്സ് കോമ വൈ അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ ഡെൻസിറ്റി ഫങ്ഷൻസ് കിട്ടും. ഇനി എക്സ്പെക്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സോറി ഇവിടെ ഇത് ആക്ച്വലി എക്സ്പെക്റ്റേഷൻ ആയിട്ട് ഇക്വേഷൻ മാറിപ്പോയതാണ്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇവിടെ നമ്മൾ എഫ് ഓഫ് ഓക്കെ നമ്മുടെ തന്നിട്ടുള്ള ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി നമുക്ക് ജോയിൻറ്റ് സി ഡി എഫ് കിട്ടും കേട്ടോ. അതായത് തന്നിട്ടുള്ള പി ഡി എഫിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് ജോയിൻറ്റ് സി ഡി എഫ് കിട്ടും. അതാണ് സി ഡി എഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പി ഡി എഫ് കിട്ടും. പി ഡി എഫിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സി ഡി എഫ് കിട്ടും. ഓക്കെ, ഇത് ഓർത്ത് വെച്ചിരിക്കാം. ഇവിടെ എഴുതിയ ഇക്വേഷനാണ് ഇവിടെ വരുന്നത് ജി ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഇനി നേരത്തെ എഴുതിയ പോലെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയും കൂടി ഉണ്ട്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ. അതേസമയം എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ജോയിൻറ്റ് ഫംഗ്ഷൻ എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ മാർജിനൽ ഫംഗ്ഷൻ ഓഫ് എക്സ് എഴുതുക. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ എക്സ്പെക്റ്റേഷൻ്റെ ജനറലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾസ് ആണ്, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈയെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് നമുക്ക് എഴുതാം. വേറൊരു പ്രോപ്പർട്ടി ഉള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി വൈ നമുക്ക് എങ്ങനെ എഴുതാം? ഈ എ കോൺസ്റ്റൻ്റ് അല്ലേ, പുറത്തെടുക്കാം. എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എങ്ങനെ എഴുതാം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻസിൻ്റെ കേസിൽ ഇതാണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇക്വേഷൻസ് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് ഇതുപോലുള്ള റിവിഷൻ ക്ലാസ്സസും MCQ പ്രാക്ടീസ് സെഷൻസും തിയറി ഡിസ്കഷൻസും ഒക്കെ വരും ക്ലാസ്സസിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, ടിൽ ദെൻ സ്റ്റഡി വെൽ. താങ്ക് യു.